എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ജികെ ട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആദിത്യ L1 എന്ന പാഠമാണ്. നമുക്ക് ആ പാഠഭാഗത്തെ സംബന്ധിച്ചുള്ള വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ഒരിക്കലും മറക്കാതെ സുലൂസ് ജികെ ട്രിക്സിലൂടെ പഠിക്കാം. 1. ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന് 2023 സെപ്റ്റംബർ 2. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഇനി ഇത് ഒരിക്കലും മറക്കാതിരിക്കാനുള്ള വഴി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ ആദിത്യ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ആദിത്യ എന്ന് പറഞ്ഞാൽ സൂര്യനെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി ഇന്ത്യ അയച്ചിരിക്കുന്ന ബഹിരാകാശ പേടകമാണ്, അഥവാ സാറ്റലൈറ്റാണ് ആദിത്യ L1. അപ്പോൾ ആദിത്യ എന്ന് പറയുന്നതിന് എന്താ ഉദ്ദേശിക്കുന്നത്? സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ളതാണ്. സൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൺ ആരംഭിക്കുന്നത് എസ്സിലാണ്. എസ് ചേർത്തിട്ടുള്ള ഒരേ ഒരു മാസമേ ഈ 12 മാസങ്ങൾക്കകത്തുള്ളൂ. അതേതാണ്? സെപ്റ്റംബറാണ്. സൂര്യനാണ്, സണ്ണാണ്. സണ്ണിനെ എസ്സിനെ ചേർത്തിട്ടുള്ള തുടങ്ങുന്ന ഒരേ ഒരു മാസമേ ഈ 12 മാസങ്ങൾക്കകത്തുള്ളൂ. അത് സെപ്റ്റംബറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെപ്റ്റംബർ കിട്ടി. ഇനി 2 സെപ്റ്റംബർ 2-നാണ് അയച്ചത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഈ 3 അവസരങ്ങളിലും നമ്മൾ ഒരു പക്ഷിയെ ആ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരുന്നു. ചന്ദ്രയാൻ 1-ലും ചന്ദ്രയാൻ 2-ലും ചന്ദ്രയാൻ 3-ലും ഓരോ പക്ഷി പോയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷിയുടെ കോഡ് 2 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ആദിത്യയിലും ഒരു പക്ഷി നമ്മൾ അറിയാതെ കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷേ ആ പക്ഷി എന്തല്ല, ചന്ദ്രയാനിൽ പോയതുപോലെ തത്തയല്ല, പകരം പരുന്താണ്. കാരണം സൂര്യനോടടുത്ത് ചൂട് വളരെ കൂടുതലായതുകൊണ്ട് തത്തയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചൂടിനെ അതിജീവിക്കാൻ ശേഷിയുള്ള പരുന്താണ് പോയിരിക്കുന്നത്. അപ്പോൾ മനസ്സിൽ പതിപ്പിക്കേണ്ടത് ഇതാണ്: ആദിത്യ L1-നകത്ത് ഒരു പരുന്തിരിപ്പുണ്ട്. നമ്മളറിയാതെ ഇവിടുന്ന് കയറി പറ്റിയതാണ്. പരുന്ത് പക്ഷിയാണ്. പക്ഷിയുടെ കോഡ് 2 ആണ്. ഇനി മറക്കില്ല. സെപ്റ്റംബർ 2, 2023 ആദിത്യ L1. ഓക്കെ. വിക്ഷേപണ വാഹനം PSLV C-57. വിക്ഷേപണ വാഹനം PSLV C-57 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. PSLV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ് PSLV. C എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ആണ്. പിന്നെയുള്ളത് 57 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് പറഞ്ഞുതരാം. നമ്മൾ ഈ ആദിത്യ L1-നെ ആദിത്യ എന്നുള്ളതിന് പകരം സൺ L1 എന്ന് എഴുതുന്നു. സൺ എസ്സിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? നമ്മൾ ഭൂരിപക്ഷം ആളുകളും 5 എഴുതുന്നത് എസ് ആയിട്ടാണ്. ഭൂരിപക്ഷം ആളുകളും 5 എഴുതുന്നത് എസ് ആയിട്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എസ് 5-ന്റെ കോഡാണ്. എസ് എന്ന് പറഞ്ഞാൽ 5-ആണ്. ഇനി എൽ എന്ന് പറയുന്ന അക്ഷരത്തിന് വലിയ പ്രത്യേകത കണ്ടോണം. ഈ എല്ലിനെ നമ്മൾ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചാൽ എന്തായിട്ട് മാറും? 7 മാറും. എല്ലിനെ ക്ലോക്ക് വൈസിൽ തിരിച്ചാൽ എന്തായി മാറും? 7 മാറും. 57. അപ്പോൾ സണ്ണിൽ നിന്ന് നമുക്ക് എസ് കിട്ടി. എല്ലിനെ നമ്മൾ ക്ലോക്ക് വൈസ് തിരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. PSLV C-57 ഇനി മറക്കണ്ട. അടുത്തത് ആദിത്യ L1 ലഗ്രാഞ്ച് 1-ൽ എത്തി ലക്ഷ്യം സാക്ഷാത്കരിച്ചതെന്ന് ജനുവരി 6, 2024. ആദിത്യ L1 ലഗ്രാഞ്ച് 1-ൽ എത്തി ലക്ഷ്യം സാക്ഷാത്കരിച്ചതെന്ന് ജനുവരി 6, 2024. അപ്പോൾ സെപ്റ്റംബർ 2-ന് ഇവിടുന്ന് വിക്ഷേപിച്ച ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റ്, അതായത് നമ്മൾ അയക്കുന്ന ഈ സാറ്റലൈറ്റുകൾക്ക് അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റുകൾക്ക്, ബഹിരാകാശ പേടകങ്ങൾക്ക് സേഫായി സുരക്ഷിതമായി നിൽക്കാൻ പറ്റുന്ന ബഹിരാകാശത്തുള്ള ഇടങ്ങളെയാണ് എന്ത് പറയുക? ലഗ്രാഞ്ച് എന്ന് പറയുന്നത്. ലഗ്രാഞ്ച് 1, 2, 3, 4, 5 ഉണ്ട്. ഇവിടെ നമ്മുടെ ഈ സൗര ദൗത്യം അഥവാ ആദിത്യ L1 നമ്മൾ അയച്ചിരിക്കുന്നത് ലഗ്രാഞ്ച് 1-ലേക്കാണ്. ആ ലഗ്രാഞ്ച് 1-ൽ എത്തിയതെന്ന് എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഉത്തരം ജനുവരി 6, 2024 എന്നാണ്. സെപ്റ്റംബറിൽ അയച്ചു, 2023 ജനുവരിയിൽ 2024 എത്തി. 24 എന്നുള്ള കാര്യം ആർക്കും തെറ്റുകയില്ല. 2024 പിന്നെ ഉള്ളത് എന്താണ്? ഈ 2 കാര്യമാണ്. ജനുവരി 6 എന്നുള്ള കാര്യം മാത്രം നമുക്ക്
ഒന്ന് പഠിച്ചിരുന്നാൽ മതി. അതിനുള്ളൊരു ട്രിക്ക് പറയാം, നോക്കിക്കോളൂ. ആദിത്യ ആണല്ലോ നമ്മൾ വിട്ടത്. ആദിത്യ, ADITYA, 1 2 3 4 5 6. ആദിത്യയ്ക്ക് 6 അക്ഷരം. നമ്മൾ ആ 6-ന് തീയതിയായിട്ട് ഇങ്ങ് എടുക്കുന്നു, 6. ഇനി എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലഗ്രാഞ്ച് പോയിന്റ്. ലഗ്രാഞ്ച് പോയിന്റിലേക്കാണ് ആദിത്യ എത്തിയത്. അവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു 1 കിടപ്പുണ്ട്. ഈ 1 നമ്മൾ ഇങ്ങ് എടുക്കുന്നു. 1 നമ്മൾ മാസമായിട്ട് എടുക്കുന്നു. 1-ാം മാസം എന്ന് പറഞ്ഞാൽ ജനുവരിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 1-ന് നമ്മൾ മാസമായിട്ട് എടുക്കുന്നു, 6 ജനുവരി. അപ്പോൾ ജനുവരി 6 2024 ആരെത്തിയത്? ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത്. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, ആദിത്യ L1 എന്ന കൃത്രിമ ഉപഗ്രഹം എത്ര ശാസ്ത്രീയ ഉപകരണങ്ങളാണ് വഹിച്ചിരുന്നത്? പേലോഡ്സ്. അപ്പോൾ ആദിത്യ ഉപകരണം എന്ന് പറയുന്ന കൃത്രിമ ഉപഗ്രഹം അഥവാ സാറ്റലൈറ്റ്, അത് 7 പേലോഡുകളാണ് വഹിച്ചിരുന്നത്. 7 പേലോഡുകളാണ്. പേലോഡ് എന്നാണ് പറയുക. അത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ശാസ്ത്രീയ ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് പേലോഡ്. എത്ര പേലോഡുകൾ വഹിച്ചിരുന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 7 നമുക്ക് ഓർത്തിരിക്കാൻ ഒരു പാടുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ L1-നെ തൽക്കാലം എന്ത് വിളിക്കുന്നു? ലോഡ് 1 എന്നൊക്കെ വിളിക്കുന്നു. L1 നമ്മൾ തൽക്കാലം ലോഡ് 1 എന്ന് വിളിക്കുന്നു. ഈ L-നെ എന്ത് ചെയ്യുന്നു? L-നെ ക്ലോക്ക് വൈസിൽ നമ്മൾ തിരിക്കുന്നു. L-നെ ക്ലോക്ക് വൈസിൽ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? 7 മാറുന്നു. 7 പേലോഡുകളാണ് ആര് കൊണ്ടുപോയത്? ആദിത്യ L1 കൊണ്ടുപോയത്. ഓക്കെ. ആദിത്യ L1-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേലോഡ് ഏതാണ്? VELC, വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്. ആദിത്യ L1-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേലോഡിൻ്റെ പേര് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ് എന്നാണ്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്, VELC. സൂര്യൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിനാണ് കൊറോണ എന്ന് പറയുന്നത്. ആ ഭാഗത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പേലോഡാണ് VELC. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേലോഡ്. ആദിത്യ L1-ന്റെ പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജി. ആദിത്യ L1-ന്റെ പ്രോജക്ട് ഡയറക്ടർ ഒരു വനിതയാണ്. ആ വനിതയുടെ പേര് നിഗർ ഷാജി എന്നാണ്. നിഗർ ഷാജി. നമ്മുടെ ISRO അവർക്കിപ്പോൾ ഒരു ഓമന പേര് ഇട്ടിട്ടുണ്ട്. എന്താണ്? സൂര്യപുത്രി നിഗർ ഷാജി എന്നാണ്. സൂര്യപുത്രി എന്നാണ് ISRO ഇപ്പോൾ നിഗർ ഷാജിയെ വിളിക്കുന്നത്. വളരെ വിജയകരമായി ആദിത്യ L1 എന്ന് പറയുന്ന ദൗത്യം നടപ്പിലാക്കിയ പ്രോജക്ട് ഡയറക്ടർ അഥവാ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് അവർ തന്നെയാണ്. അതിന് 2 ആളുകളില്ല. മിഷൻ ഡയറക്ടർ ആൻഡ് പ്രോജക്ട് ഡയറക്ടർ ഒരാളാണ്. ആരാണ്? നിഗർ ഷാജി. അപ്പോൾ സൂര്യപുത്രി എന്ന് നമ്മുടെ ISRO അഭിമാനത്തോടെ വിളിക്കുന്ന നിഗർ ഷാജിക്ക് നമ്മളൊരു കോഡ് കൊടുക്കുന്നു ഓർത്തിരിക്കാൻ വേണ്ടി. സൂര്യപുത്രി നിഗർ. ഇതാണ് നമ്മുടെ കോഡ്, സൂര്യപുത്രി നിഗർ. സൂര്യപുത്രി നിഗർ നിങ്ങൾ പഠിച്ചു വെച്ചോ. ആദിത്യ L1 ആണെന്നുള്ള കാര്യം മറക്കത്തില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. സൂര്യപുത്രി നിഗർ. പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് പ്രധാന ശാസ്ത്രജ്ഞൻ ആദിത്യ L1 ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ K. അപ്പോൾ ഈ ആദിത്യ L1 എന്ന് പറയുന്ന മിഷൻ്റെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് പ്രധാന ശാസ്ത്രജ്ഞൻ്റെ പേര് ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ K എന്നാണ്. ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യൻ K. നമ്മൾ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞൻ്റെ പേര് ഞാൻ ഇതുമായി ലിങ്ക് ചെയ്യുകയാണ്. 1983 ഫിസിക്സിന് നോബൽ പ്രൈസ് നേടിയ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ എന്ന ഭാരതത്തിൻ്റെ അഭിമാനമായ ശാസ്ത്രജ്ഞനെ ഞാൻ ഈ ശാസ്ത്രജ്ഞനുമായി ലിങ്ക് ചെയ്യുകയാണ്. ഇവർ തമ്മിൽ ഭയങ്കര പൊരുത്തങ്ങളാണ്. ഒന്നാമത് 2 പേരും ഫിസിക്സാണ്. 2 പേരുടെയും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സുബ്രഹ്മണ്യം ചന്ദ്രശേഖറും ശങ്കര സുബ്രഹ്മണ്യനും നല്ല പൊരുത്തമാണ്. ശങ്കര സുബ്രഹ്മണ്യൻ, സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാലും ശങ്കരൻ എന്ന് പറഞ്ഞാലും അർത്ഥം ശിവൻ എന്നാണ്. അപ്പോൾ ഈ പേരുകൾ തമ്മിൽ ഭയങ്കര പൊരുത്തമാണ്. സുബ്രഹ്മണ്യം ചന്ദ്രശേഖറും ശങ്കര സുബ്രഹ്മണ്യവും ഓർത്തിരിക്കാം, മറക്കത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ആദിത്യ L1-നെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഈ ട്രിക്സിലൂടെയൊക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയെ ജയിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ISROയുമായി ബന്ധപ്പെട്ട് ഇതുമായി കണക്ട് ചെയ്ത് വരാവുന്ന എല്ലാ ആളുകളുടെയും പേരുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ 3, ചന്ദ്രയാൻ 1 and 2 ആ ക്ലാസ്സുകളും കൂടി നിങ്ങളൊന്ന് കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും.